ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമുക്ക് അനുഭവവേദ്യമാകുന്ന പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ തപസ് കാലത്ത് കുറെ കൂടി കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ ശ്രവിക്കുന്നത് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കുക. നമുക്ക് സഭയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ 14, ശാരീരികമായത് 7, ആധ്യാത്മികമായത് 7. അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതും ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. ആത്മീയമായ നമ്മൾ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം, ശ്രദ്ധയോടെ ബലി അർപ്പിക്കാം. ആരൊക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. നിങ്ങൾ കുടുംബസമേതം വന്നവരുണ്ടാകാം, കുടുംബത്തിൽ ഏതാനും പേര് വന്നവരുണ്ടാകാം. നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ബലിയർപ്പണം നമ്മുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ. ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് അനുഭവവേദ്യമാകട്ടെ.